പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിവിധ തൊഴിൽ മേഖലകളിൽ പണിയെടുക്കുന്ന അന്യസംസ്ഥാനക്കാരായ തൊഴിലാളികൾക്കായി ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പുല്ലുവഴി PKB ലൈബ്രറി ഹാളിൽ നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കിയിരിക്കുകയാണ്. കുറുപ്പംപടി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിവിധ തൊഴിൽ മേഖലകളായ ഹോട്ടൽ, പ്ലൈവുഡ്, വ്യവസായ, നിർമ്മാണ മേഖല എന്നിവിടങ്ങളിൽ പണിയെടുക്കുന്ന അന്യസംസ്ഥാനക്കാരായ തൊഴിലാളികൾക്കായാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. കുറുപ്പംപടി പോലീസ് സ്റ്റേഷനിലെ SI അബി KM പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും കേരള ആഭ്യന്തര വകുപ്പിൻ്റെയും ഒരു ഡ്രീം പ്രോജക്റ്റായ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ലഹരി മാഫിയയ്ക്കെതിരെയുള്ള കുരിശുയുദ്ധത്തിൻ്റെ ഭാഗമായി പെരുമ്പാവൂർ, കുറുപ്പംപടി, ഓടക്കാലി മേഖലകളിലെ അതിഥി തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് ഏകദേശം 400ഓളം വരുന്ന അതിഥി തൊഴിലാളികളെ പുല്ലുവഴി PKB മെമ്മോറിയൽ ലൈബ്രറി ഹാളിൽ കുറുപ്പംപടി പോലീസിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചുകൊണ്ട് ലഹരി മാഫിയയ്ക്കെതിരെയുള്ള ബോധവൽക്കരണവും അതുപോലെ തന്നെ കേരള ഡ്രഗ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ അവരുടെ ഒരു ഡോക്ടർ ജാൻസി മാഡം അവരുടെ നേതൃത്വത്തിൽ ആരോഗ്യ രംഗത്തെപ്പറ്റിയും എയ്ഡ്സിൻ്റെ വ്യാപനത്തെക്കുറിച്ചും എയ്ഡ്സ് ബോധവൽക്കരണ ക്ലാസും അതുപോലെ തന്നെ ആർമിയിൽ നിന്നും റിട്ടയറായ ഒരു സുബേദാർ ശ്രീ ജേക്കബ് പുതുശ്ശേരി അദ്ദേഹം അതിഥി തൊഴിലാളികൾക്ക് ബംഗാളി, ഒഡിയ, ഹിന്ദി ഭാഷകളിൽ അവർക്ക് ലഹരിക്കെതിരെയും എയ്ഡ്സിനെതിരെയുമുള്ള ബോധവൽക്കരണം നടത്തുകയും ചെയ്തു. SI പോൾ സ്വാഗതം പറഞ്ഞു. 450ഓളം വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികളാണ് ക്ലാസ്സിൽ പങ്കെടുത്തത്. അവർക്കിടയിൽ വ്യാപകമായ ലഹരിയുടെ വ്യാപനത്തെപ്പറ്റി ബംഗാളി, ഹിന്ദി ഭാഷകളിലാണ് സംസാരിച്ചത്. ആർമിയിൽ നിന്നും റിട്ടയർഡായ ജേക്കബ് പുതുശ്ശേരി ക്ലാസ് എടുത്തു. എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ റിസോഴ്സ് പേഴ്സണായ ജാൻസിയും ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. ലോക ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ബാനറിൽ കുറുപ്പംപടി പോലീസ് സ്റ്റേഷനിലെ ACPO ജിജോ വർഗീസ്, രഞ്ജിത്ത് തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, രായമംഗലം.